നമസ്കാരം. ഇപ്പോൾ സക്സസ് സ്റ്റോറീസ് വീഡിയോസ് ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പോൾ സക്സസ് സ്റ്റോറീസ് വീഡിയോസ് ഇടാത്തത്. അതൊരു മോട്ടിവേഷനാണ്, കേൾക്കാൻ രസമാണ്, കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുമെന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചത്, ഞാൻ ബേസിക്കലി വിചാരിച്ച ഒരു വീഡിയോ ടെസ്റ്റിമോണീസ് ചെയ്യുന്നവർ മതി, ഓഡിയോ വേണ്ട. കാരണം കാലത്തിനനുസരിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാവാം. പക്ഷെ അവിടെ വേറൊരു ഘടകം, പലരും ഞാൻ പറഞ്ഞുള്ള കോഴ്സ് ചെയ്യുന്നത് അവരുടെ ഒരു പ്രൈവസിയും കൂടെ കീപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പം അവർക്ക് എല്ലാവരുടെ മുന്നിൽ അവരെന്താണ് എന്ന് കാണിക്കാൻ താല്പര്യമില്ല, പക്ഷേ അവർക്ക് കിട്ടിയ അനുഭവം ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ പിന്നെ പഴയ പോലെ തന്നെ നമുക്ക് ടെസ്റ്റിമോണീസ് ഇടാം. അതുപോലെ തന്നെ അത് കേട്ട് ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന സ്റ്റോറി, അതിൻ്റെ ലേഡി വൺ ഓഫ് ദ വേഴ്സ്റ്റ് പാറ്റേൺ ഓഫ് ലൈഫിൽ ക്രിയേറ്റ് ആയ ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മളതിനെ വേണ്ട രീതിയിൽ ഡീൽ ചെയ്ത് അവർക്ക് അവരുടെ സോളിന് എന്ത് വേണോ ആ സോളിന് വേണ്ടതിനെ അവർക്ക് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അതിലൂടെ അവരുടെ ഒരു ആത്മധൈര്യം അടഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിൻവലിച്ച് നിന്ന സൊസൈറ്റിയിലേക്ക് അവരെടുത്ത് അവർ മുന്നോട്ട് വന്ന് അവരുടെ മറ്റ് സന്തോഷങ്ങളിലേക്ക്, അവർക്ക് വലിയ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനൊന്നുമില്ല. കാരണം അവർക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, ഒരു പ്രൊഫഷനുണ്ട്, നല്ലൊരു ഡിഗ്നിറ്റിയുള്ള പേഴ്സണാലിറ്റിയാണ്, ഇൻ ദ സെൻസ് ഒരു ജോലിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് വേറെ കാര്യമൊന്നുമില്ല, അവർക്ക് ഇന്നർ സ്ട്രെങ്ത് ഇല്ലായിരുന്നു മാനസികമായിട്ട്. അതുകൊണ്ട് ഇല്ലാത്ത പല പല പ്രശ്നങ്ങളായിരുന്നു ലൈഫിൽ സംഭവിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഗൈഡൻസോട് കൂടി നമ്മൾ കൊടുത്ത് വേണ്ട, ഇപ്പോൾ നമ്മുടെ റെഗുലറും അഡ്വാൻസും എല്ലാം അവർ ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ആ ട്രാക്ക് പിടിച്ച് നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ആയി കൊടുത്ത് ആ പാറ്റേൺ അനുസരിച്ച് അവർ പോകുമ്പോൾ അവരുടെ ലൈഫിൽ മനസ്സമാധാനവും സന്തോഷവും മറ്റ് അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറിയാണ് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കഥകളുമായിട്ട് കാണാം. ജീവിതത്തിലുണ്ടായ ചേഞ്ചസ് ആണ് ഞാൻ ഈ വോയിസിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് സാറിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് സാറിൻ്റെ ആത്മാവ് നൽകുന്ന സൂചനകൾ എന്ന വീഡിയോ ഞാൻ കണ്ടത്. അതിൽ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതിലെന്തൊക്കെയോ സത്യമുണ്ടെന്നൊരു ഫീല് തോന്നുകയും ചെയ്തു. അങ്ങനെ ഞാൻ സാറിന് മെസ്സേജ് അയക്കുകയും സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. എനിക്ക് ആ കോഴ്സിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ കാര്യമാണ് സാറിൻ്റെ 3 കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഒരാൾക്ക് പ്രശ്നം എന്താണ്, ആളുടെ പ്രശ്നം മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി അതിനുള്ള സൊല്യൂഷനാണ് സാറ് പറഞ്ഞു തരുന്നത്. അതെനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. സാറിൻ്റെ ആദ്യത്തെ കൗൺസിലിംഗിൽ തന്നെ, ആദ്യത്തെ ആ സെഷനിൽ തന്നെ എൻ്റെ പ്രശ്നം എന്താണെന്നും എൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എൻ്റെ പാറ്റേൺ ഓഫ് ലൈഫ് എന്താണ്, എൻ്റെ സോളിൻ്റെ നീഡ് എന്താണ്, ഇതെല്ലാം സാറിന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതൊക്കെ എനിക്ക് പുതിയ അറിവുകളായിരുന്നു. ആദ്യമൊക്കെ എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും സാറത് അങ്ങനെ ഞാൻ പോയാൽ മാത്രമേ എൻ്റെ പാറ്റേൺ ഓഫ് ലൈഫിലും കൂടെയും പിന്നെ എൻ്റെ സോളിൻ്റെ നീഡ് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ എൻ്റെ ലൈഫ് ചേഞ്ച് ആവുകയുള്ളെന്നും എൻ്റെ സോളിൻ്റെ കപ്പാസിറ്റി ഹയർ ആവുകയുള്ളെന്ന് സാർ പറഞ്ഞു തന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ കൂടെ തന്നെ എന്നെ 3-4 വർഷമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വിഷമത്തിന് എനിക്ക് സൊല്യൂഷൻ കിട്ടുകയും ഞാൻ വളരെയധികം ഹാപ്പി ആവുകയും ചെയ്തു. കുറേ നാളിന് ശേഷമാണ് അങ്ങനെ ഒരു ഇന്നർ ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നത്. അതുവരെ വളരെ വിഷമിച്ച് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എപ്പോഴും ഓർത്ത് ഇങ്ങനെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ സാറിൻ്റെ 21 ഡേയ്സ് ക്ലാസ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ സാറ് പറഞ്ഞ സൈക്കോളജിക്കൽ മെത്തേഡ്സും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കുള്ളൊരു പ്രശ്നമായിരുന്നു എൻ്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. എപ്പോഴും ഞാൻ എൻ്റെ ഒരു കംഫോർട്ട് സോണിലങ്ങിരിക്കും. മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഇറങ്ങി ചെല്ലാനോ ഒക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സാറിൻ്റെ സൈക്കോളജിക്കൽ മെത്തേഡിൽ ആദ്യമുള്ളൊരു കാര്യമായിരുന്നു അത്, കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതെനിക്ക് കുറച്ചൊക്കെ ആദ്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആദ്യമൊന്നും എനിക്ക് അത്രയും പറ്റുന്നില്ലായിരുന്നു. എങ്കിലും സാർ ഇങ്ങനെ പുഷ് ചെയ്യുമായിരുന്നു, അങ്ങനെ വേണം, അത് മാറണമെന്ന് സാർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ആ പ്രാക്ടീസും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും
പക്ഷെ എന്നിട്ട് ഞാൻ വീണ്ടും ലൈഫ് സ്മൂത്തായിട്ടൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞാനതിലൊരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് വന്നപ്പോൾ തന്നെ സാറ് പറയുന്ന പോലെ മനസ്സിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ സോള് പണി തരും എന്ന് പറയാറുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ സംഭവിച്ചു. എനിക്ക് വീണ്ടും പണി കിട്ടി. അതൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും സാറിന് മെസ്സേജ് അയച്ചു. സാറ് പറഞ്ഞു തന്നു അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം സാറ് പറയുന്നതിൽ എൻ്റെ സോളിൻ്റെ നീഡ്സിൽ എപ്പോഴും ഞാൻ ഒരു ബലം പിടിക്കുമായിരുന്നു. ആ ഒരു നീഡ് തിരിച്ചറിഞ്ഞിട്ടും ഞാനതിനെ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അതിനനുസരിച്ച് എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ സാർ അത് പറഞ്ഞു തന്നു, അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു. സാറിന് എപ്പോഴും സാറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്, സാറിന് ഇപ്പോൾ മെസ്സേജ് അയച്ചാലും എന്ത് സംശയം ചോദിച്ചാലും സാറ് റിപ്ലൈ തരും. ഒരു മടിയും കൂടാതെ എത്ര പുട്ടം വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരും. നമ്മളെങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് സാറിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ സാറിൻ്റെ ജനുവരിയിലെ അഡ്വാൻസ് കോഴ്സ് ക്ലാസ്സിൽ ചേർന്നു. ആ ക്ലാസ്സിൽ ചേർന്നതോടെ എനിക്ക് ഭയങ്കര ചേഞ്ചസാണ് ഉണ്ടായത്. സാറ് അതിൻ്റെ ഒരു വീഡിയോസ് കുറേ ഉണ്ട്. സൈക്കോളജിക്കൽ മെത്തേഡ്സിനെ പറ്റി, കർമ്മയെ പറ്റിയൊക്കെ സാറ് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തിടുന്നുണ്ട് ആ ക്ലാസ്സിൽ. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സൈക്കോളജിക്കൽ മെത്തേഡ്സ് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള പോർഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സാറ് ഭയങ്കര ക്ലിയറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ അഡ്വാൻസ്ഡ് കോഴ്സ് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങി. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതൊക്കെ മാറാൻ തുടങ്ങി. എൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പേടിയൊക്കെ കുറയാൻ തുടങ്ങി. എനിക്ക് മറ്റ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ചേഞ്ചസ് എനിക്ക് വരാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നൊരു കാര്യമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കണം. പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങണം. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം സാർ ആ ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമുക്ക് എന്താണോ പേടി ആ പേടിയെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, പേടി ഉള്ള കാര്യം ചെയ്യുക, അതേ നമുക്ക് പേടി മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും എനിക്കിഷ്ടമാണ് ഡ്രൈവിങ്, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഈ പ്രാവശ്യം എടുത്തു. എന്നുവെച്ചാൽ ആ ഒരു പേടി മാറ്റണമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി ഡ്രൈവിങ് പഠിച്ചു. ഇപ്പം ഞാൻ കാറിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇതെല്ലാം എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, സാറ് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അവനവൻ്റെ സോൾ കപ്പാസിറ്റി ഹയറാക്കാൻ വേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകം കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ആ കാര്യങ്ങൾ ചെയ്യുകയും അതിനോടൊപ്പം നമ്മുടെ പ്രാക്ടീസും സൈക്കോളജിക്കൽ മെത്തേഡും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്കത് നന്നായിട്ടറിയാം. കാരണം എൻ്റെ ക്ലാസ്സിന് മുമ്പുള്ള എൻ്റെ സ്വഭാവവും ക്ലാസ് കഴിഞ്ഞുള്ള സ്വഭാവവും അത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. അതെനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സാറിനും അറിയാവും. ആദ്യം ഞാൻ എങ്ങനെയായിരുന്നു എന്നും ഇപ്പം ഞാൻ എങ്ങനെയാണോ എന്നുള്ളത് സാറിന് തന്നെ അറിയായിരിക്കും. പിന്നെ നമ്മുടെ സോളിൻ്റെ കപ്പാസിറ്റി ഹയറാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ചേഞ്ച് ആവുകയുള്ളൂ. സാറ് പറയുന്ന പോലെ കാര്യം സിമ്പിളാണ്, പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സാറിന് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ, നമ്മളാണത് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ ലൈഫ് ഈസി ആവും. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആവും. വളരെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ എനിക്ക് സാറിൻ്റെ ആ വീഡിയോ കാണിച്ചു തന്ന എൻ്റെ സോളിന് എപ്പോഴും ഞാനത് വിശ്വസിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടതാണ് എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ സോളാണ് ആ വീഡിയോ എനിക്ക് കാണിച്ചു തന്നതെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. ക്ലാസ്സിൽ എടുത്തിരുന്ന സാറിനും എൻ്റെ സോളിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒത്തിരി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് സന്തോഷവും നന്ദിയും ഉണ്ട്. സാറിന് ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ, ഒത്തിരി അറിവുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.